ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം ഞങ്ങളുടെ രാവിലത്തെ ഒരു ദിവസം ആരംഭിക്കുന്നതാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ രാവിലെ ഉറങ്ങി എണീച്ച് ചായൻ്റെ കടി ഉണ്ടാക്കാൻ വേണ്ടി തിരക്കിലായി. ഞാൻ അമ്പാടി എണീച്ചു, കണ്ണൻ എണീച്ചു, രണ്ടാൾ എന്തൊക്കെയോ വൃത്തക്കേടുകൾ ഒപ്പിക്കുന്നു. അപ്പം രാവിലെ അരച്ചുണ്ടാക്കാൻ ദോശയാണ്. അപ്പം ഞങ്ങൾ കണ്ണൂരുകാരുടെ പ്രധാനപ്പെട്ട ആഹാരമാണ് രാവിലെ അരച്ചുണ്ടാക്കാൻ ദോശ. അപ്പം മുറ്റത്തെ കാഴ്ചകളെല്ലാം സൂര്യൻ ഉദിച്ചു വരുന്നു. അപ്പോൾ ഏട്ടൻ എണീച്ചു. അപ്പോൾ അമ്പാടിക്കണ്ണൻ ഒരു പാത്രം എല്ലായിടത്തും മുറ്റത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പം ദോശക്ക് മിക്സിയിൽ അരച്ച് ഞാൻ ഒരു വേറെ പാത്രത്തിലേക്ക് ഒഴിക്കുകയാണ്. അപ്പം രാവിലെ അരച്ചുണ്ടാക്കുന്ന ദോശ തലേദിവസം പച്ചരി കുതിർത്ത് അതിലേക്ക് രാവിലെ കുറച്ച് ചോറും ഉള്ളിയൊക്കെ ഇട്ട് അരച്ചെടുക്കുന്ന ദോശ, രാവിലെ അരച്ചുണ്ടാക്കുന്ന ദോശ. പക്ഷെ പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നിരുന്നാലും കണ്ണൂരുകാരുടെ പ്രധാനപ്പെട്ട ദോശയാണ് രാവിലെ അരച്ചുണ്ടാക്കുന്ന ദോശ. എനിക്കാണെങ്കിൽ അത് കഴിച്ച് മടുത്ത്. എന്നാലും അമ്പാടി ഏട്ടനും എന്തൊക്കെയോ വർത്തമാനങ്ങൾ പറയുന്നു, രാവിലെ ഉറങ്ങി എണീച്ചിട്ടുള്ള സംസാരങ്ങൾ. അപ്പോൾ എനിക്കാണെങ്കിൽ രാവിലെ ഉറങ്ങി എണീച്ചാൽ കട്ടൻ ചായ ഒന്നും കുടിക്കണം, എന്തെങ്കിലും അതിൻ്റെ കൂടെ ഒരു കടിയും വേണം. അപ്പോൾ ഏട്ടന് ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുത്തു, ഞാനും ഒരു ഗ്ലാസ് കട്ടൻ ചായ കുടിക്കുന്നു. അപ്പം രാവിലെ റസ്കോ ബിസ്ക്കറ്റോ എന്തൊക്കെയോ. അപ്പോൾ റസ്ക്കും ഇല്ല ബിസ്ക്കറ്റും ഇല്ല. ബിസ്ക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ബിസ്ക്കറ്റ് വേണ്ടാന്ന് വിചാരിച്ച് ഞാൻ ക്യാരറ്റ് കേക്കെടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് വേണം, രാവിലെ ഉറങ്ങി എണീച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു എനർജി. അപ്പോൾ ഉറങ്ങി എണീച്ചപാട് ഞാൻ കുളിക്കും കേട്ടോ. അപ്പം കുളിച്ചേ ഞാൻ അടുക്കളയിലേക്ക് കയറുമല്ലോ, എന്നാലും ഒരു എനർജിയും പോസിറ്റീവൊക്കെ കിട്ടും. അപ്പോൾ കണ്ണൻ എന്തൊക്കെയോ കളിക്കുന്നു. കാരണം കണ്ണന് രാവിലെ ഉറങ്ങി എണീച്ചാൽ ഒരു മണിക്കൂർ സമയം പറയണം, മോനെ പല്ല് തേക്ക് എന്നാലേ പല്ല് തേക്കൂ. അപ്പോൾ ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ ദോശക്കൽ അടുപ്പത്ത് വെച്ചു. അപ്പോഴത്തേക്ക് ഏട്ടൻ ഇന്ന് ലീവാക്കി. ഇനി സൺഡേ ഏട്ടന് പണിയുണ്ട്, എന്നാൽ തന്നെ ഏട്ടൻ ലീവാക്കി. ഏട്ടൻ എവിടെയോ ടൗണിലെങ്ങാറ്റും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് രാവിലെ ഞാൻ ചായയും ഒരു ക്യാരറ്റ് കേക്ക് ഒരു പഴവും കൊടുത്തു. ദോശ ആയിട്ടുമില്ല. അപ്പോൾ ദോശ വന്നിട്ട് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ അമ്പാടിക്ക് ഏട്ടൻ ഇരുന്നാൽ എന്തെങ്കിലും കൊടുക്കും. അച്ഛൻ്റെ കയ്യിൽ എന്തെങ്കിലും കിട്ടാതെ ആൾക്ക് സമാധാനമാവില്ല. കാരണം അമ്പാടിക്ക് അച്ഛൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയാൽ നമ്മൾ എത്ര കൊടുത്താലും അവന് വേണ്ടി വരില്ല. അപ്പോൾ ദോശ ചുടുന്ന കണ്ട് ആരും ഒന്നും ചിന്തിക്കില്ലേ. കാരണം വെച്ചാൽ ഞാൻ നേർത്ത രീതിയിൽ ദോശ ചൂടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചുടുന്നത്. അപ്പോൾ ഒരു ദോശ എന്തായാലും ഏട്ടന് കൊടുക്കാൻ വിചാരിച്ച് വേഗം ചൂട് അപ്പോൾ കണ്ണിൻ്റെ എന്തൊക്കെയോ കോമാളിത്തരം കണ്ട, കണ്ണുകൊണ്ട് നോട്ട് എടുക്കാമെന്നില്ല ഒരു രീതിയിൽ. പക്ഷെ പരാജയപ്പെട്ടു പോയെന്ന് തോന്നുന്നു. അപ്പം ദോശ ഏട്ടനൊന്ന് ചുട്ട് കൊടുത്തു ഞാൻ. അപ്പോൾ ദോശ ഒന്ന് ചുട്ട് കൊടുത്ത് അത് അമ്പാടിക്കും കൊടുത്ത് ഏട്ടൻ കഴിക്കുകയെന്ന്. അപ്പോൾ ബാക്കി ഒന്ന് കഴിച്ചിട്ട് ഏട്ടൻ പറഞ്ഞു, ഞാൻ ഇനി അടുത്ത് വന്നിട്ട് കഴിക്കാം, നിങ്ങൾ കഴിക്കുക എന്നെല്ലാം പറഞ്ഞു. അങ്ങനെ ദോശയെല്ലാം കഴിച്ച് ഏട്ടൻ പോയി നോക്കി രണ്ടാളും അവിടെ നിന്നു. ഞാൻ വീണ്ടും പണി തുടങ്ങി. അമ്പാടീനെ എടുത്തിട്ട് ദോശ ചൂടാൻ ആരും ഇല്ലാതെക്കുമ്പോൾ ഇതന്നെ വിഷമം. എന്താ ചെയ്യുക, എല്ലാവരും അവസ്ഥ ഇതന്നെ. അപ്പം ദോശയും ചുട്ട് കണ്ണനും കൊടുത്ത് അമ്പാടിക്ക് കൊടുക്കുകയെന്ന്. ഇറയത്ത് എന്തൊക്കെയോ പറയുന്നത് ഞാൻ. അറിയത്ത് ഊഞ്ഞാലിൽ ഇരുന്നിട്ടാണ് അമ്പാടിക്ക് കൊടുക്കുന്നത്. എന്തൊക്കെയോ കഥയും പാട്ടും എന്തെല്ലാം പറയണ്ട്. കാക്കേനെ വിളിക്കണം, പൂച്ചേനെ വിളിക്കണം. കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന അമ്മമാർക്ക് അറിയാം അതിൻ്റെ വിഷമങ്ങൾ. എന്തെല്ലാം പറഞ്ഞാലും ഒരു കഷ്ണം ദോശ വയറ്റിലെത്തൽ. അപ്പോൾ എന്തൊക്കെ നമുക്കൊരു സന്തോഷം തന്നെയാണ്, ഒരു എൻ്റർടൈൻമെൻറ്റും നേരം പോക്കും കുട്ടികളോടുള്ള സ്നേഹവും. നമ്മളുടെ ഒരു ദിവസം അങ്ങനെ പോകും. എന്നിരുന്നാലും ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഭയങ്കര മടുപ്പ് വരും. കാരണം വെച്ചാൽ ഒരാളുണ്ടായിരുന്നെങ്കിൽ നമ്മൾ വിചാരിച്ചു പോകും. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏട്ടൻ വന്നിട്ട് ഏട്ടൻ ടൗണിൽ പോയിട്ട് വന്നു. അപ്പോൾ ഏട്ടൻ വന്നു. അപ്പോൾ അമ്പാടിക്കാണെങ്കിൽ സന്തോഷം. അമ്പാടി എന്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിന്, അച്ഛൻ്റെ വായിലേക്ക് അത് വെച്ചെടുത്തു. അച്ഛൻ വരുമ്പോൾ ഒരു സന്തോഷമുണ്ട് അമ്പാടിക്ക്. അപ്പോൾ കണ്ണനുണ്ട് കേട്ടോ. രണ്ടാൾക്കും അച്ഛൻ വന്ന ഒരു സന്തോഷം തന്നെയാണ്. അപ്പോൾ ഏട്ടൻ വന്ന സമയത്ത് ഞാനും ഒന്ന് പുറത്തിറങ്ങി നോക്കി. അപ്പം എന്താ പറയുക, അടുക്കളയിൽ ദോശ ചൂടാനെല്ലാം ഉണ്ട്. ഞാൻ ഇതുവരെ ചായയൊന്നും കുടിച്ചിട്ടില്ല. രാവിലെ കുറച്ച് കട്ടൻ ചായ മാത്രമേ. അപ്പം പാത്രമെല്ലാം കഴുകാനുണ്ടായിന്, അതൊന്ന് വേഗം കഴുകി വെക്കാമെന്ന് വിചാരിച്ച് മീനെല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ടായിന്. ഏട്ടൻ അയില വാങ്ങിയിട്ടുണ്ടായിന്, അതെല്ലാം ഒന്ന് മുറിച്ച് വെച്ച് ഞാൻ കഴുകിയെന്ന്. എന്നിട്ട് ദോശ ചൂടാം. എന്നിട്ട് രാവിലെ ഇത്രയും സമയമായി, 10:30 ആ സമയമെല്ലാം ആയി തോന്നുന്നു ഏകദേശം. ഏട്ടൻ അന്നേരത്തെ വന്നേ. അപ്പോൾ ഈ മീനെല്ലാം ഒന്ന് അപ്പോൾ അമ്പാടിയും ഏട്ടനുണ്ട് അടുക്കളയിൽ. അപ്പം മീനെല്ലാം കഴുകി അവിടെ വെച്ചിട്ട് വറക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് കറി വെക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് ഉപ്പെല്ലാം ഇട്ട് നല്ലോണം ഒന്ന് പെരക്കി അവിടെ വെച്ചിട്ട് ഞാൻ വിചാരിച്ചു ദോശ ചൂടാൻ. കാരണം എനിക്കാണെങ്കിൽ വിശന്നിട്ട് കഴിയുന്നില്ല. എന്ന് വെച്ചാൽ രാവിലെ ഏട്ടൻ ജോലിക്ക് പോകുന്നത് ഒരു 7:30 ആകുമ്പം പോകും. ആ സമയത്ത് ഞാനും ഭക്ഷണം കഴിച്ച് ഞങ്ങൾ ശീലിച്ചത് കൊണ്ട് എനിക്കിപ്പോൾ 9 മണി പോയിട്ട് 8:30 ആയാൽ നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഇന്നെന്തോ ഏട്ടൻ വന്നിട്ട് കഴിക്കാൻ വിചാരിച്ച് അങ്ങനെ നിന്നു. എന്തെല്ലോ പണിയെല്ലാം എടുത്തിട്ട് നിന്നു. അപ്പോൾ ഞാൻ വെച്ച് ദോശ ചൂടാന്ന്. അപ്പം ഏട്ടൻ ദോശ ചുട്ട് കൊടുത്ത് ഞാനും ദോശ ചുട്ട് കഴിക്കാൻ വിചാരിച്ചു. അപ്പോൾ കടലക്കറി ഏട്ടാനുള്ളത്. അപ്പോൾ കടലയും ദോശയാണ് ഏട്ടന് കൊടുത്തു. ഞാനും ചുടാൻ വേണ്ടിയിട്ട് ഞാൻ 2 ചുട്ടിട്ട് വന്നിട്ടും എനിക്ക് കഴിയുന്നില്ല ചൂടാൻ. ആരെങ്കിലും ഒരാൾ ചുട്ടു തരാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകും ചില സമയത്ത്.
കാരണം എന്ന് വെച്ചാൽ അമ്പാടിനെയും കൊണ്ട് നമ്മളിങ്ങനെ അമ്പാടി കണ്ണനാണെങ്കിൽ കുരുത്തക്കേടാണ്, മുറ്റത്തിറങ്ങി കല്ല് വാരി തിന്നും, മുറ്റത്ത് കല്ല് പെറുക്കി എറിയും, അതും ഇതും പോയി വലിക്കും, വീഴലും പൊട്ടലും ആയതുകൊണ്ട് ഓനെ ശ്രദ്ധിക്കും. അപ്പം ഞാൻ ദോശ എടുത്ത് ഇറയത്ത് ഇരുന്ന് കഴിക്കേന്ന് എൻ്റെ അടുത്ത് എൻ്റെ അമ്പാടി മോനും വന്നിരുന്നു. കടല അമ്പാടി കണ്ണൻ തിന്നുന്നുണ്ട്, ദോശ തിന്നുന്നുണ്ട്, അങ്ങനെ എന്തൊക്കെയോ വർത്തമാനങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ ദോശ കഴിക്കുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ദാഹിച്ച് കുറച്ച് പാവത്തിന് വെള്ളമെല്ലാം കൊടുത്ത് അപ്പോൾ ഏട്ടനും വന്നു ഞങ്ങളുടെ അടുത്തേക്ക്. അപ്പോൾ കണ്ണൻ ടി വി എല്ലാം കണ്ടുകൊണ്ടാണ് ദോശ കഴിക്കുന്നത്, അങ്ങനത്തെ സ്വഭാവമാണ്. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ നിന്നും കടലയും ദോശയും അമ്പാടി വാങ്ങാൻ അമ്പാടിയുടെ കുഞ്ഞു കസേരയിലിരുന്ന് വാങ്ങി കഴിക്കുന്നത്. കണ്ണനാണെങ്കിൽ അച്ഛനോട് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ദിവസം ലീവ് ഉണ്ടെങ്കിൽ കണ്ണൻ പറയും അച്ഛാ നമുക്ക് എവിടെയെങ്കിലും പോവാന്ന്. അപ്പോഴത്തേക്കും ഏട്ടന് ദേഷ്യം വരും. ഏട്ടനും മോനും തമ്മിലുള്ള ചീത്തയും പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പാവം അമ്പാടി ഇത് കേട്ടുകൊണ്ട് അവിടെ സാക്ഷിയായിട്ടിരുന്നു. ഞാൻ പറഞ്ഞു എനിക്കിതൊന്നും കേൾക്കാൻ സമയമൊന്നുമില്ല, എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്, ഞാൻ അടുക്കളയിലേക്ക് പോവേന്ന് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ഞാനിരിക്കുന്നത്. നമ്മൾ എന്തൊക്കെ സംസാരിച്ചാലും നമ്മൾ അടുക്കള തന്നെ നമ്മൾ ശരണം പിന്നെയും. കാരണം നമുക്ക് എന്ത് പണിയുണ്ട് അടുക്കളയിൽ തീരൂല. അപ്പോൾ ഇവർ ടി വി കണ്ടോണ്ട് അവിടെ ഇരുന്നോട്ടെ. അപ്പോൾ കട്ടൻ ചായക്ക് വെള്ളം വെച്ച് തിളച്ചു ഞാൻ പൊടിയിട്ട് ഏട്ടന് ഒരു ഗ്ലാസ് കട്ടൻ ചായ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ ഏട്ടന് കട്ടൻ ചായയും കൊടുത്ത് അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് എൻ്റെ സോഫയിൽ അമ്പാടി ഒരു കസേര മേലെ കയറ്റിയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എന്താ പറയുക, ഞാനപ്പം എന്താ മീൻ വറക്കാൻ വേണ്ടിയിട്ട് അവരവിടെ ഇരിക്കട്ടെ, ഞാൻ മീൻ വറക്കാൻ വിചാരിച്ചിട്ട് ഞാനങ്ങനെ മീൻ വറക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മീനൊന്ന് വറക്കട്ട് റെഡി ആവട്ടെ. അതിൻ്റെ ഇടയ്ക്ക് അമ്പൂട്ടൻ എന്തെല്ലോ കുരുത്തക്കേട് കളിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ മീൻ കുളമുണ്ട് നമുക്ക്, അതിൽ ഫിലോപ്പി ഉണ്ട്, വാളയുണ്ട്, വലിയ മീനാണ്. ആ മീനിനെ എപ്പോഴെങ്കിലും ഞാൻ വീഡിയോ ഇട്ട് കാണിക്കാം ഗൈസ്. അപ്പം ചോറുണ്ടായിന് കുറച്ച്, ആ ചോറ് മീൻ കൊടുക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. ഭയങ്കര വെയിലാണ്, നമ്മളങ്ങോട്ട് നേരെ പടിഞ്ഞാറ് ഭാഗത്ത് നേരെ ഇങ്ങോട്ട് വെയിൽ വല്ലാണ്ട് അടിക്കൊണ്ട് നിൽക്കാനേ പറ്റില്ല മുറ്റത്ത്. പക്ഷെ അമ്പാടിക്കൊരു കൂസലുമില്ല. അമ്പാടി എൻ്റെ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അടുത്തുണ്ട്. അപ്പോൾ വെയിലിൻ്റെ ചൂടൊന്നും ഓനൊരു പ്രശ്നമില്ല. പക്ഷെ ഇപ്പം വെയിൽ കൊള്ളിച്ചൂടല്ല പിള്ളേരായാലും വലിയവരായാലും. അപ്പോൾ ഞാനാണെങ്കിൽ മീൻ കൊടുത്തിട്ട് അപ്പോൾ ചെറിയ കുളങ്ങുണ്ട്. അപ്പോൾ അതിൽ ആമ്പലുണ്ടായിരുന്നു. ആമ്പലിന് എന്താ ഇപ്പോൾ എന്തോ പറ്റിയത്, ആമ്പൽ ഇപ്പോൾ ആവുന്നില്ല. അടിപൊളി കളറായ ആമ്പലായിരുന്നു, റോസ് നിറം, അതിൽ ഗപ്പിയുണ്ട്. അപ്പം അമ്പാടി അതുണ്ട് മീനിൻ്റെ അടുത്ത്, മീൻകുളത്തിൻ്റെ അടുത്ത് നിൽക്കുന്ന അതിൻ്റെ ഉള്ളിലേക്ക് എന്തൊക്കെയോ ചെരുപ്പ് അങ്ങനത്തെ കുപ്പി അങ്ങനത്തെ എന്തൊക്കെയോ ഈ അമ്പാടി പുറക്കി ഇടലുണ്ട്. ഞാനതെല്ലാം എടുത്ത് മാറ്റി വെക്കും. കണ്ടില്ല ഒരു കുപ്പിയുണ്ട്, ആ കുളത്തിൻ്റെ ചെരുപ്പ് ഇതെല്ലാം വലിച്ചെറിയലാണ് അമ്പാടിയുടെ പണി. കുരുത്തക്കേട്. അമ്പാടിക്കാണെങ്കിൽ വെയിലും കുഴപ്പമില്ല മഴയും കുഴപ്പമില്ല, ഇങ്ങനെ നടന്നോളൂ. നമുക്കിത് കഴിയണ്ടേ എൻ്റെ വീട്ടിൽ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൽ ഗപ്പിയുണ്ട്, ഒരുപാട് ഗപ്പി ഉണ്ടായിന് ഗൈസ്. അപ്പോൾ ആ ഗപ്പി എല്ലാം ഉണ്ടല്ലോ ഒരുപാട് കളറുകളാണ്, കാണാൻ നല്ല ഭംഗിയായിരുന്നു. പക്ഷേ അതിൽ ഒരുപാട് ഗപ്പികൾ ഇപ്പോൾ ഇല്ലയെന്ന് വെച്ചാൽ മീൻ കൊത്തുന്ന ഒരു എന്താ പറയുക ഒരു പക്ഷിയുണ്ട്, അത് വന്ന് കൊത്തി എല്ലാം തീർന്നു ഏകദേശം. അപ്പോൾ ഞങ്ങളുടെ പ്രകൃതിയെ രമണീയ കണ്ടോ, കാമ്പാടി മണ്ണും ചരലെല്ലാം വാരി എറിയുന്നതുകൊണ്ട് ഞാൻ കണ്ടോ ഒരു പച്ച കളറുള്ള ഷീറ്റ് വിരിച്ചിട്ട് പച്ച പുല്ലാണ് അവിടെ ആക്കണമെന്ന് ആഗ്രഹം. പക്ഷെ അതിപ്പോൾ സാധിച്ചിട്ട് അതിന് പകരം ഞാൻ ആ പച്ച ഷീറ്റ് വിരിച്ചതായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പോൾ അമ്പാടീനെയും കൊണ്ട് മുറ്റത്ത് എന്തെല്ലോ കളിക്കുന്നു. അമ്പാടി കുരുത്തക്കേട് കളിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് അമ്പാടീനെ എടുത്ത് ഇറയത്തേക്ക് വന്നപ്പോൾ അമ്പാടി കുരുത്തക്കേട് കൊണ്ട് കാറെല്ലാം കൂവലും. അതിൻ്റെ ഇടയ്ക്ക് ഏട്ടനും പോയി അവനെ സമാധാനിപ്പിക്കാം. വണ്ടീൻ്റെ മേലെ കേട്ടോ അമ്പാടി ഏത് സമയത്തും കയറിയിരിക്കുക. ഞാൻ വിചാരിച്ചു അമ്പാടി കുളിപ്പിച്ചിട്ട് ഉറക്കാൻ വിചാരിച്ചു, കുളിപ്പിച്ചു, ഇനി ഉറക്കാൻ വിചാരിച്ചു, അല്ലെങ്കിൽ ഭയങ്കര ശാഠ്യമായിരിക്കും. അങ്ങനെ ഞാൻ പാട്ട് പാടി അമ്പാടീനെ ഉറക്കാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തു. എന്തൊക്കെയോ പാട്ട് ഒച്ച എടുത്ത് പാടണം. അപ്പോൾ തൊണ്ട പൊട്ടും, കാലിൻ്റെ മുട്ടുവേദന എടുക്കും, നടുവേദന എടുക്കും, അങ്ങനെ എന്തെല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവലുണ്ട് ഇവന് തൊട്ടിലാട്ടുമ്പോൾ. ആരെങ്കിലും ഒരാൾ സഹായത്തിനുണ്ടെങ്കിൽ എന്തായിരുന്നു സമാധാനമായേനായിരുന്നു. പക്ഷെ ആരുമില്ല, അമ്മയെല്ലാം വീട്ടിലിപ്പം വരാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് കുഞ്ഞാവിനെ ഉറക്കി ഞാൻ മുറ്റത്തിറങ്ങി സപ്പോട്ട മരത്തിൻ്റെ ചുവട്ടിപ്പോൾ ഒരു സപ്പോട്ട അത് കഴിക്കാൻ വിചാരിച്ചു. നല്ല മധുരമില്ല സപ്പോട്ട. നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന സപ്പോട്ടൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പോലും പറ്റുന്നില്ല. നമ്മൾ കടയിൽ പോയി വാങ്ങി ഇത്ര ടേസ്റ്റ് ഉണ്ടാവില്ല, വീട്ടിലുണ്ടാക്കിയ നല്ല മധുരം. അപ്പം ഞാൻ ഉച്ചക്കത്തെ ചോറ് കഴിക്കുന്നതിനും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇന്ന് ചോറെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ സൺഡേ ലീവല്ലേ ഏട്ടൻ്റെ വീട്ടിൽ പോകാൻ വിചാരിച്ചിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങിയെന്ന്. അപ്പോൾ എന്താ വെച്ചാൽ വെറുതെ ഒന്ന് പോയിട്ടാലോ വിചാരിച്ചു, ലീവല്ലേ. അമ്പാടീനെയും ഓടിപ്പല്ലിട്ട് അമ്പാടി ഭയങ്കര ഹാപ്പി ആയാണ്. ചേടെങ്കിലും പോകാൻ ഇറങ്ങിയെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പി ആവും ആൾ. അപ്പോൾ എന്തൊക്കെയോ അമ്പാടീൻ്റെ അടുത്ത് ഞാൻ എന്തൊക്കെയോ പറയുന്നു, കളിപ്പിക്കുന്നു, കൊഞ്ചിക്കുന്നു, പാട്ട് പാടുന്നു, അവനെ ഉമ്മ എനിക്ക് തരുന്നു, അങ്ങനെ എന്തൊക്കെയോ സന്തോഷ നിമിഷങ്ങൾ. അപ്പോൾ അമ്പാടിക്കും കണ്ണനും അച്ചാച്ചൻ്റെ അടുത്തും അമ്മമ്മേൻ്റെ അടുക്കും പോകാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതിനുള്ള കളികളുണ്ടാകും. അപ്പോൾ എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം
എവിടെയെങ്കിലും ഒന്ന് പോകാൻ ഇറങ്ങാന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം തന്നെയല്ലേ. അപ്പോൾ ഏട്ടനാണെങ്കിൽ ഇറങ്ങി. അപ്പം ഗേറ്റെല്ലാം തുറന്നു. അപ്പോൾ ഏട്ടൻ ഗേറ്റ് തുറന്ന് അപ്പോൾ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു, അതും തട്ടിത്തെറിപ്പിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അമ്പാടിക്ക് സന്തോഷം, എൻ്റെ ദൈവമേ, വണ്ടിയിൽ കയറുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷം. അതെല്ലാ കുട്ടികൾക്കും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ഇറങ്ങുകയെന്ന് പറയുമ്പോഴത്തേക്കും അവർക്കൊരു ഭയങ്കര ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ നമുക്ക് വലിയവർക്കായാലും അതെ. കാരണം കുട്ടികളെ നോക്കി നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ പോകുന്ന വഴി ഞങ്ങൾ വണ്ടി നിർത്തി ഫ്രൂട്ട്സ് കടയിൽ കയറി. സൂപ്പർ മാർക്കറ്റിലാണ് കേട്ടോ. അവിടെ കയറി കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം വാങ്ങി. അപ്പോൾ വാങ്ങി വണ്ടിയിൽ വെച്ച് തിരിച്ച് പോവേന്ന് വീട്ടിലേക്ക്. അപ്പോൾ ഒരു മുട്ടായി വാങ്ങി, പോപ്പിൻസ്, അമ്പാടിക്ക് കണ്ണനും വാങ്ങി. അപ്പോൾ വീട്ടിലെത്തി ചായയെല്ലാം കുടിച്ച് വൈകുന്നേരമായി നമ്മൾ തിരിച്ച് നമ്മളെ വീട്ടിലേക്ക് പോവേന്ന്. അപ്പോൾ ഏട്ടൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുള്ള വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ പറ്റിയില്ല, അന്ന് അമ്പാടീനെയും കൊണ്ടൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ തിരിച്ച് പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി ഞങ്ങൾ കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി. നാരങ്ങ വെള്ളം കുടിക്കാൻ വെച്ച് കുറച്ച് നാരങ്ങയും കുറച്ച് മാംഗോ അങ്ങനെയെല്ലാം വാങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവേന്ന്. അപ്പോൾ ഇരുട്ടായി, 6:30 സമയം. അപ്പോൾ തിരിച്ച് വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ ഓരോരോ നിമിഷങ്ങൾ കടന്നു പോകുന്നത്. എന്തൊക്കെ ഇതിനിടയ്ക്ക് ഉണ്ട്, അതൊന്നും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ നമുക്ക് ആവുന്നൊരു സമയത്ത് എടുക്കും. കാരണം അമ്പാടീനെയും കൊണ്ട് നമുക്ക് ഒരുപാട് പരിമിതിയുണ്ട് വീഡിയോസെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഇരുട്ടായി. കാരണം ഏട്ടൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞിട്ടുള്ള വീഡിയോസെല്ലാം എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു തന്നു, അതൊന്നും പറ്റിയിട്ടില്ല. കാരണം അമ്മമ്മയെല്ലാം ഉണ്ടായിന്, ഏട്ടൻ്റെ അച്ഛൻ്റെ അമ്മയെല്ലാം ഉണ്ടായിന്. അവർ അമ്മമ്മേനെല്ലാം ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു, പക്ഷെ അതൊന്നും സാധിച്ചില്ല. ഇനി ഒരു ദിവസം എടുക്കാം. അപ്പോൾ ഞങ്ങൾ നമ്മുടെ വീട്ടിലെത്തിയിട്ട് വണ്ടി തിരിച്ച് വീട്ടിലേക്ക് കയറി. അയ്യോ, അങ്ങനെ ഞങ്ങൾ ദീർഘനിശ്വാസം വിട്ടു. വീട്ടിലെത്തിയല്ലോ. അപ്പോൾ ഡോറെല്ലാം തുറന്ന് ഇറങ്ങി. അവിടുന്ന് മാച്ചി കൊണ്ടുവന്നിന്. മാച്ചി എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഭാഷയിൽ മാച്ചി ചൂലാണ് കേട്ടോ. അപ്പോൾ ചൂല് കൊണ്ടുവന്ന് സാധനങ്ങളെല്ലാം പുറത്തെടുത്ത് വെച്ച് അമ്പാടീനെയും പുറത്തിറക്കി. കണ്ണൻ വാതിൽ തുറക്കാൻ വേണ്ടിയിട്ട്, വാതിൽ തുറക്കാൻ വേണ്ടി ആദ്യം ഇറങ്ങിയിന്. അപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ ഇനി എന്തൊക്കെയോ പണികളുണ്ട്, അതൊന്നും ഇപ്പം വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പം ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത്, ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, കമൻറ്റ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. ടാറ്റാ.